പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ നീലക്കുയിൽ എന്ന് പറയുന്നൊരു സിനിമ, ഇത് പാണ്ഡ്യരാജാണ് അതിലെ ഹീറോ. പാണ്ഡ്യരാജ് 80s നല്ല താരമൂലുള്ള ഒരു നടനായിരുന്നു. 90s ഹീറോ ആയിട്ടൊക്കെ നിന്നിരുന്നു. പിന്നെ 2000 ഒക്കെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ക്യാരക്ടർ റോളുകളിലേക്കൊക്കെ മാറിയതാണ്. പാണ്ഡ്യരാജ് ഹീറോ ആയ സിനിമ ഡയറക്റ്റ് ചെയ്തത് ആലപ്പി അഷ്റഫാണ്, നമ്മുടെ മലയാളിയായ ആലപ്പി അഷ്റഫ്. ആ സിനിമ നിന്നിഷ്ടം എന്നിഷ്ടം എന്ന് പറഞ്ഞ് ആലപ്പി അഷ്റഫ് തന്നെ മലയാളത്തിൽ ചെയ്ത് നമ്മുടെ ലാലേട്ടൻ അഭിനയിച്ച ആ സിനിമയുടെ റീമേക്ക് ആയിരുന്നു. അത് 86 നിന്നിഷ്ടം എന്നിഷ്ടം സംഭവിക്കുന്നത്. ഏകദേശം 9 വർഷത്തിന് ശേഷമാണ് അദ്ദേഹം തമിഴിൽ ആ സിനിമ ചെയ്തത്. അതിൽ പാണ്ഡ്യരാജ് അഭിനയിച്ചു, ലാലേട്ടൻ്റെ റോള്. ആ സിനിമ പക്ഷെ അന്ന് അത്ര വലിയൊരു വിജയമൊന്നും അല്ലായിരുന്നു. എങ്കിലും ആ ഒരു ദീപാവലി സീസണിൽ പ്രേക്ഷകർക്ക് എന്താ പറയുക, ഒരു വിരുന്ന് തന്നെയായിരുന്നു. കാരണം രജനി സിനിമ, കമൽ സിനിമ, യൂത്തിന് വേണ്ടി വിജയുടെ സിനിമ, എല്ലാം കൊണ്ടും എല്ലാ ഓഡിയൻസിനെയും തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള സിനിമകൾ ഇറങ്ങിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതായിരുന്നു 95 ദീപാവലി സീസൺ. 30 വർഷമായി. ഇപ്പോൾ മുത്തുമൊക്കെ ഇപ്പോഴും നമ്മളൊക്കെ എന്താ പറയുക, രജനീകാന്തിൻ്റെ സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ പാട്ടുകളും ഈ മുത്തൂലെ സീൻസൊക്കെ നമുക്ക് ഇന്നും ഫേവറേറ്റ് ആണ്. തേന്മാവിൽ കുമ്പത്ത് പോലെയുള്ള കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. രജനി എന്ന് പറഞ്ഞ സൂപ്പർ സ്റ്റാറിന് വേണ്ടി ഒരു വേറെ തരത്തിലോട്ടൊക്കെ കൊണ്ടെത്തിച്ചിട്ടുണ്ട് ആ ഒരു സിനിമയൊക്കെ കെ.എസ്. രവികുമാർ. എന്തായാലും ദീപാവലി സീസണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ദീപാവലി വരാറായി. തമിഴിലും കുറേ സിനിമകൾ ഈ വർഷം ഇറങ്ങുന്നുണ്ട്. എന്തായാലും ദീപാവലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളിപ്പോൾ 2003 ദീപാവലിയും 95 ദീപാവലിയൊക്കെ പറഞ്ഞ പോലെ ഓരോ എന്താ പറയുക 10 വർഷം 20 വർഷം മുമ്പത്തൊക്കെ ദീപാവലിയിലെ പല ഹിറ്റ് സിനിമകളെ കുറിച്ചൊക്കെ ഇതേപോലെ കുറേ കഥകളുണ്ട്. എത്ര എപ്പിസോഡ് പറഞ്ഞാലും തീരില്ല. എന്തായാലും മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു ദീപാവലി സീസണിനെ കുറിച്ച് ഉള്ള സിനിമകളെ കുറിച്ചൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം.